welcome to EduS B.Ed classes. I am Radhika. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് 4 ദാറ്റ് ഈസ് കരിക്കുലം അഡാപ്റ്റേഷൻ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ UDL, DI, അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ, അക്കോമഡേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ, ഈ ടേംസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ടാണ് അതിന്റെ ബാക്കി, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് ഈ സെക്കൻഡ് വീഡിയോ. ഓക്കെ, so please listen carefully. Please take a notebook to jot down. Then teaching strategies for inclusive classrooms. ഇനി നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിലേക്ക് ചെയ്യേണ്ട ടീച്ചിങ് സ്ട്രാറ്റജീസ് അല്ലെ, മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് ആർ ലേണേഴ്സ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് എബിലിറ്റീസ് അല്ലെ. നമുക്കറിയാം കുട്ടികളെല്ലാം പലതരത്തിലുള്ള കുട്ടികൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെ, പല എബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ട്. Strategies are needed to teach both students with and without a disability. ഡിസേബിലിറ്റി ഉള്ളവരെയും ഇല്ലാത്തവരെയും പഠിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ടീച്ചർ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇൻക്ലൂസീവ് ടീച്ചിങ് എൻഷുവേഴ്സ് ദാറ്റ് നോ സ്റ്റുഡന്റ് ഫീൽസ് ലെഫ്റ്റ് ഔട്ട്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുകയാണ്. ഒരു സ്റ്റുഡന്റിനും തോന്നരുത് എന്നെ ടീച്ചർ ഒഴിവാക്കി എന്നുള്ള കാര്യം. മേജർ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് പിയർ ട്യൂട്ടറിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കോ ടീച്ചിങ്. പിയർ ട്യൂട്ടറിംഗ് അല്ലെ, ഫ്രണ്ട്സിനെ കൊണ്ട് പഠിപ്പിക്കുക. ടീച്ചേഴ്സ് മീൻസ് സ്റ്റുഡൻസ് അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് പഠിപ്പിക്കുക. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദാറ്റ് ഇസ് പിയർ ട്യൂട്ടറിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് വർക്കിലൂടെയൊക്കെ കോപ്പറേറ്റീവ് ലേണിംഗ് പ്രോത്സാഹിപ്പിക്കാം. കോ ടീച്ചിങ്, ഓക്കെ, അതായത് ടീച്ചേഴ്സിന് തന്നെ പല ടീച്ചേഴ്സിന് പല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കോ ടീച്ചിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദീസ് മെത്തേഡ്സ് ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ്, ലേൺ ആൻഡ് ഗ്രോ ടീച്ചിങ് ടുഗെദർ. അപ്പൊ അവർക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ പഠിക്കാൻ പറ്റും, ആൻഡ് ഗ്രോ ദംസെൽസ്. പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ പിയർ ട്യൂട്ടറിംഗ് വൺ ട്യൂട്ടർ, സ്റ്റുഡന്റ് തന്നെയാണ് അവിടെ ട്യൂട്ടർ, ഹെൽപ്സ് അനദർ ട്യൂട്ടി ടു ലേൺ. ഓക്കെ, അതായത് സ്റ്റുഡന്റ് തന്നെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം. ഇറ്റ്സ് എ 1-to-1 സപ്പോർട്ട് സിസ്റ്റം ഇൻസൈഡ് ദ ക്ലാസ് റൂം. ഒരു കുട്ടിക്ക് ഒരു സ്റ്റുഡന്റിനെ വെച്ച് കൊടുക്കാം അല്ലെ. ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ 1-to-1 ആണ് പറ്റിയെന്ന് വരില്ല. ഇപ്പം 30 സ്റ്റുഡൻസിനൊക്കെ ഒരു ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ 50 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ ആയിരിക്കും. സോ ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയിട്ട് നമുക്ക് പിയർ ടീച്ചിങ് or പിയർ ട്യൂട്ടറിംഗ് സിസ്റ്റം വെക്കാം. പിയർ ട്യൂട്ടറിംഗ് ഹെൽപ്സ് വിത്ത് റെമഡിയൽ ലേണിംഗ് ആൻഡ് സപ്പോർട്ട്സ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത് ആ ഒരു കുട്ടിക്കും നല്ലതാണ്, കാരണം അവർക്ക് ഒന്നും കൂടെ പഠിയും. മാത്രമല്ല ഈ ഒരു എംപതി, സിമ്പതി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ദിസ് പിയർ ട്യൂട്ടറിംഗ് സിസ്റ്റം ഈസ് വെരി effective. Then the tutor should be skilled and sensitive to the tutor's learning needs. അപ്പൊ നമ്മൾ ആദ്യം ഈ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. ഇവരുടെ നീഡ് എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക, ഏത് രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ബിക്കോസ് ദേ ആർ സ്റ്റുഡൻസ്. ഇറ്റ് പ്രൊമോട്ട്സ് കോപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലേണിംഗ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് അല്ലെ. കുട്ടികളിൽ കോപ്പറേഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ അതിന്റെ കൂടെ പഠനവും നടക്കുന്നു. Steps involved in peer tutoring: access student performance and prepare a profile for the tutor. കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യാം. ഐഡന്റിഫൈ സ്ട്രോങ് സ്റ്റുഡൻസ് ടു ആക്ട് ആസ് പിയർ ട്യൂട്ടേഴ്സ് അല്ലെ. ക്ലാസ്സിലെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളെ പിയർ ട്യൂട്ടേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. മാച്ച് ട്യൂട്ടേഴ്സ് ആൻഡ് ട്യൂട്ടീസ് ബേസ്ഡ് ഓൺ സബ്ജക്ട് ആൻഡ് നീഡ്. എന്നിട്ട് അവരുടെ ട്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള ട്യൂട്ടേഴ്സിന് പറഞ്ഞു കൊടുക്കണം. അതിനനുസരിച്ചിട്ട് അവരെ ഡിവൈഡ് ചെയ്യാം. പ്രിപ്പയർ കസ്റ്റമൈസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ഫോർ ദ ട്യൂട്ടറിംഗ് സെഷൻ. കുട്ടികളാണ്, അവർക്കെല്ലാം ലേണിംഗ് മെറ്റീരിയൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അന്ന് ടീച്ചർ ഷുഡ് പ്രൊവൈഡ് ദീസ് കസ്റ്റമൈസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് ടു ദ സ്റ്റുഡൻസ്. ട്രെയിൻ പിയർ ട്യൂട്ടേഴ്സ് ആൻഡ് സെറ്റ് എ കംഫർട്ടബിൾ വർക്ക് സ്കെഡ്യൂൾ ആൻഡ് സ്പേസ്. അപ്പൊ അങ്ങനെ ഇവരെ ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക, എന്നിട്ട് അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ബെനിഫിറ്റ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്: ഓഫേഴ്സ് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ ടു ദ ട്യൂട്ടി അല്ലെ. കുട്ടിക്ക് ഒരു 1-to-1 അറ്റൻഷൻ ആണ് കിട്ടുന്നത്. ഹെൽപ്സ് ട്യൂട്ടേഴ്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ്സ് ബെറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അല്ലെ, അവർക്കും കുറച്ചും കൂടെ അവരുടെ ബുദ്ധിയും അല്ലെങ്കിൽ കഴിവൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കുറച്ചും കോൺസെപ്റ്റ്സ് കൂടുതൽ നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ട്യൂട്ടേഴ്സിന് പറ്റും. ബിക്കോസ് ദേ ആർ ഓഫ് സെയിം ഏജ്. എൻകറേജസ് പോസിറ്റീവ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടാവുന്നു. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ബോത്ത് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ
നമ്മുടെ സ്റ്റുഡന്റ് ട്യൂട്ടറിന് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഹി ഓർ ഷീ ഗെറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേറ്റഡ്. ട്യൂട്ടി അതുപോലെ തന്നെയാണ് അല്ലെ? ടീച്ചറോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ബെനിഫിറ്റ്സ് ദ ഹോൾ ക്ലാസ് റൂം അല്ലെ? എക്സ്ട്രാ ടീച്ചേഴ്സിനൊന്നും വെക്കണ്ട. സോ ഇറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്. കോപ്പറേറ്റീവ് ലേണിംഗ്. സ്റ്റുഡൻസ് ലേൺ ബെറ്റർ വെൻ ദേ വർക്ക് ടുഗെദർ ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക. ഓരോരുത്തർ ഓരോ പോയിന്റ് പറയുന്നു. അപ്പൊ മൈൻഡ് ബ്ലോയിങ്ങും അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ അവിടെ നടക്കുന്നു. Then cooperative learning shifts focus from the teacher to the student as a team. ടീച്ചറിൽ നിന്ന് അല്ലെ സ്റ്റുഡൻറ് സെന്റേർഡ് ലേണിംഗ് ആണ് വരുന്നത്. അത് ഒരു ടീമിൽ നിന്ന് പലതരം ഐഡിയാസ് ആണ് അവർ പഠിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഓഫ് ഡിഫറെന്റ് എബിലിറ്റീസ് ലേൺ ഫ്രം ഈച്ച് അതർ. പല രീതിയിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. അപ്പൊ ഓരോരുത്തരിൽ നിന്നും ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നു. അതാണ് ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then in inclusive classrooms, groups should include both disabled and non-disabled students. അപ്പൊ ഗ്രൂപ്പ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഗ്രൂപ്പിൽ ഏബിൾഡ് കുട്ടികൾ ഉണ്ടാവണം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടായിരിക്കണം. അല്ലാതെ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ്, ആൻഡ് ഇറ്റ് വോണ്ട് വർക്ക് അറ്റ് ഓൾ. Everyone shares responsibility to complete tasks and reach learning goals. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്. ഇനി എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ്? കോപ്പറേറ്റീവ് ലേണിംഗ് ഈസ് എ ഗ്രൂപ്പ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് അല്ലെ? അതായത് സഹകരിച്ച് പഠിക്കുക മറ്റുള്ളവരുമായിട്ട്. സ്റ്റുഡൻസ് ഫോം സ്മോൾ ടീംസ് ടു ലേൺ ആൻഡ് അച്ചീവ് കോമൺ ഗോൾസ്. എല്ലാവരുടെയും ലക്ഷ്യം ടു ക്രാക്ക് ദ സിലബസ് എന്നുള്ളതാണ്. അതിന് കുട്ടികളെ ഗ്രൂപ്പ് ആക്കുക, എന്നിട്ട് അവരോട് കമ്പൈൻ സ്റ്റഡി ഒക്കെ അല്ലേ അതുപോലെ. ഈച്ച് മെമ്പർ കോൺട്രിബ്യൂട്ട്സ് ഐഡിയാസ് ആൻഡ് സപ്പോർട്ട്സ് അതേഴ്സ്. ഓരോ ദിവസം ഓരോരുത്തർ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുക. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ആ ടോപ്പിക് ക്ലിയർ ആവും. ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ബിൽഡ്സ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. All students regardless of ability are included and supported. അപ്പൊ ഇതിലെല്ലാ കുട്ടികളെയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കോപ്പറേറ്റീവ് ലേണിംഗ് ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻക്ലൂസീവ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് സ്റ്റുഡൻസ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഡിസാബിലിറ്റീസ് അല്ലെ? ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു വെച്ചാൽ ഡിസാബിൾഡ് ആയിട്ടും നോൺ ഡിസാബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. All students are trained to be supportive of those with special needs. എല്ലാ കുട്ടികളും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അത് എന്നാലും അവർക്കൊരു എംപതി ഒക്കെ ഉണ്ടാവുള്ളൂ. നാളെ സൊസൈറ്റിയിൽ കുറച്ച് വാല്യൂ പറഞ്ഞ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എത്തിക്സോടെ ജീവിക്കണമെങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നൽകേണ്ടി വരും അല്ലെ? അപ്പൊ അതിന് ഈ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോകോസം ഓഫ് ദ സൊസൈറ്റി. അപ്പൊ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. സ്റ്റുഡൻസ് ഹെൽപ്പ് ഈച്ച് അതർ ടു കംപ്ലീറ്റ് അസൈൻമെന്റ്സ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. കോപ്പറേറ്റീവ് ലേണിംഗ് ഹെൽപ്സ് ബിൽഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ഫോർ ഓൾ. കുട്ടികളിൽ ഇമോഷണൽ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. കാരണം അവർ മറ്റുള്ളവരായിട്ട് സഹകരിച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്, അസൈൻമെന്റ്സ് എഴുതുന്നത്. അപ്പൊ ആ ഒരു സ്കിൽ, കോപ്പറേറ്റീവ് സ്കില്ലാണ് അവിടെ ഉണ്ടാകുന്നത്. എക്സിക്യൂട്ടിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ്. ഡിവൈഡ് എ സബ്ജക്ട് ഇൻ ടു സ്മോൾ മീനിങ്ഫുൾ സബ് യൂണിറ്റ്സ് അല്ലെ? ഒരു യൂണിറ്റിനെ പല പാർട്ടാക്കി തിരിക്കുക. ഫോം സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 5 to 6 സ്റ്റുഡൻസ് വിത്ത് മിക്സ്ഡ് എബിലിറ്റീസ്. അസൈൻ റോൾസ് ലീഡർ, റെക്കോർഡർ, ഇവാലുവേറ്റർ. അങ്ങനെ കുട്ടികളെ തരംതിരിക്കുക. ഷെയർ സപ്പോർട്ട് മെറ്റീരിയൽസ് ആൻഡ് റൊട്ടേറ്റ് റോൾസ് ഫോർ ഫെയർ പാർട്ടിസിപ്പേഷൻ. ഒരാള് ക്ലാസ് എടുക്കുമ്പോൾ വേറൊരാളായിരിക്കും റെക്കോർഡർ, ഇവാലുവേറ്റർ ഒക്കെ. അല്ലാതെ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ളവരാണ് ചെയ്യേണ്ടത്. അപ്പൊ റോൾ ഓരോരുത്തരും പഠിപ്പിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഗ്രൂപ്പ്സ് വർക്ക്, ഷെയർ ആൻഡ് ലേറ്റർ പ്രസന്റ് ദെയർ ലേണിംഗ് ഔട്ട്കംസ് ടു ദ ക്ലാസ്. അങ്ങനെ അവർക്ക് അവസാനം അവരുടെ ഔട്ട്കം എന്താണെന്ന് പറയാം ക്ലാസ് റൂമിൽ. ക്ലാസ് റൂമിൽ ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുക്കുമ്പോഴും ഈ കോപ്പറേറ്റീവ് ലേണിംഗ് നടത്താം കുട്ടികൾക്ക്. ഓരോരുത്തരും ഓരോ പോയിന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ. Then benefits of cooperative learning. Then enhance academic performance and leadership skills അല്ലെ? അതായത് ലീഡർഷിപ്പ് സ്കില്ലൊക്കെ
ഇൻക്രീസ് ചെയ്യുന്നു. അതായത് എല്ലാവരും ലീഡർ ആവുന്നു, എല്ലാവരും എന്താണ് പഠിപ്പിക്കുന്നു, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൊമോട്ട് ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടോളറൻസ്. ഓക്കെ, ദെൻ ഇൻക്രീസ് മോട്ടിവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് റിറ്റൻഷൻ. അല്ലെ, മോട്ടിവേറ്റഡ് ആവുന്നു, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടുന്നു, അങ്ങനെ നോളജ് അക്വിസിഷൻ നടക്കുന്നു. ഇതൊക്കെ ഈ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ്. ഹെൽപ്സ് സ്റ്റുഡൻസ് വിത്ത് ഡിസാബിലിറ്റീസ് ഇന്റഗ്രേറ്റ് സോഷ്യലി വിത്ത് അതേഴ്സ്. ഇങ്ങനെ ഡിസേബിൾഡ്, നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇന്ററാക്ഷൻ മൂലം ഈ ഡിസേബിൾഡ് കുട്ടികൾക്ക് സൊസൈറ്റിയിലേക്കുള്ള ഒരു എൻട്രി ആണ് ആക്ച്വലി കോപ്പറേറ്റീവ് ലേണിംഗിലൂടെ കിട്ടുന്നത്. അവർക്ക് മറ്റുള്ളവരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കാൻ പറ്റും. ആ ഒരു അവസരമാണ് ഇവിടെ നൽകുന്നത്. ദെൻ ബിൽഡ്സ് എ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. എല്ലാവരും ഒന്നാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. Then co-teaching. Co-teaching is a strategy used in inclusive classrooms. 2 or more certified teachers work together in one classroom. അല്ലെ, ഒന്നിലധികം ടീച്ചർമാര് ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കാം. They share planning, instruction and progress monitoring. അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പ്ലാനിങ്ങും ഇൻസ്ട്രക്ഷനും പ്രോഗ്രസ്സും അല്ലെ എല്ലാം ഈ ടീച്ചേഴ്സ് ആണ്. ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ടീച്ചേഴ്സ് മോണിറ്റർ ചെയ്യുന്നു. Students benefit from different teaching styles and viewpoints. നമുക്കറിയാം, പല രീതിയിൽ പല ടീച്ചേഴ്സ് പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. പല ടീച്ചേഴ്സിനും പല വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നു. പാരാ പ്രൊഫഷണൽസ് ലൈക്ക് തെറാപ്പിസ്റ്റ് ആർ നോട്ട് കൺസിഡേർഡ് കോ ടീച്ചേഴ്സ്. ഓക്കെ, തെറാപ്പിസ്റ്റുകളല്ല ഉദ്ദേശിക്കുന്നത്, അതായത് സെയിം ലെവൽ ഓഫ് ടീച്ചേഴ്സ്. Definition of co-teaching. Co-teaching means shared responsibility by certified teachers in the same classroom. ഒരേ ക്ലാസ്സിൽ ഒരേ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ പഠിപ്പിക്കാം. Both teachers collaborate one lesson planning and delivery. ഒരു ലെസൺ തന്നെ ആയിരിക്കാം അവർ രണ്ടുപേരും പഠിപ്പിക്കുന്നത്. They work as equals and are accountable for all students. അല്ലെ, എല്ലാ കുട്ടികൾക്കും ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. Co-teachers bring different expertise to improve student learning. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആ ഒരു കഴിവ്, ഓരോരുത്തരും ഓരോ കഴിവുള്ള ആളുകളായിരിക്കും. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിന് പറ്റുന്നു. The goal is to provide rich and inclusive learning experiences. അപ്പൊ ഇങ്ങനെ ഈ co-teaching വഴി സ്റ്റുഡൻസിന് ഒരു റിച്ച് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. Purpose of co-teaching. ഇതിന്റെ ആവശ്യം എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്? ക്ലാസ് റൂം ആർ സ്റ്റുഡൻസ് വിത്ത് ഡൈവേഴ്സ് എബിലിറ്റീസ് ആൻഡ് നീഡ്സ്. അല്ലെ, ഇൻക്ലൂസീവ് സ്കൂളാണ്, പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. Co-teaching brings together professionals with different expertise. അല്ലെ, അതായത് ചിലപ്പം ഓരോ ആളുകൾ ഓരോ രീതിയിലായിരിക്കും എക്സ്പേർട്സ് ആവുന്നത്. ചില ആളുകൾ ഇംഗ്ലീഷിന്റെ കാര്യമാണെങ്കിൽ ചില ആളുകൾ ലാംഗ്വേജിലായിരിക്കും, ചില ആളുകൾ ലിറ്ററേച്ചറിലായിരിക്കും. ഇവർ രണ്ടു പേരും കൂടെ പഠിപ്പിക്കുമ്പോഴാണ് ലിറ്ററേച്ചർ വിൽ ബിക്കം മോർ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ അത് ഓരോ സബ്ജക്റ്റിനും അങ്ങനത്തെ ഓരോ ഡിവിഷൻസും എക്സ്പെർട്ടൈസിങ് ഏരിയ ഒക്കെ ഉണ്ടായിരിക്കാം. ജനറൽ എഡ്യൂക്കേറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് കരിക്കുലം, ഇൻസ്ട്രക്ഷൻ ആൻഡ് പേസിംഗ്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിന് കരിക്കുലം, ഇൻസ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നിട്ടാണ് അവർ co-teaching സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് അല്ലെ, അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. Co-teaching models collaboration, respect and shared responsibility. രണ്ട് ടീച്ചറാണ് പഠിപ്പിക്കുന്നെങ്കിൽ രണ്ട് ടീച്ചറും കൊളാബറേറ്റീവ് വർക്കാണ്. They should have possess mutual respect and the responsibility is being shared among them. Approaches to co-teaching. അതായത് ടീച്ച് ആൻഡ് ദി അതർ സപ്പോർട്ട്. ഒരാൾ പറയുക, മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുക. പല രീതിയിലുള്ള co-teaching ഉണ്ട്. One teacher leads the instruction and the other provides individual support. അല്ലെ, ഒരു ടീച്ചർ എന്താണ് പറയുക, മറ്റു ടീച്ചർ എന്ത് ചെയ്യാണ്, ആ ക്ലാസ് റൂമിൽ തന്നെ കുട്ടികളെ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ് വേണോ, ഓക്കെ, ഇപ്പം ആക്ടിവിറ്റി ഒക്കെ ആണെങ്കിൽ ഓരോ കുട്ടിക്കും പോയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. The support teacher moves around and helps students who need it. They may also distribute support materials. അല്ലെ, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ്, ചിലപ്പോൾ ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ co-teacherക്ക് ചെയ്യാം. They may also distribute support materials. This helps students stay on task and get quick help.
അതായത് കുട്ടികളെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുള്ളൂ. അതിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ടാസ്ക്. However, students may see one teacher as more powerful than the other. അപ്പൊ അവർക്ക് പക്ഷെ അവരുടെ ഇടയിൽ കൂടെ നടന്ന് പറയുന്ന ആളെ വലിയ കാര്യം ഉണ്ടാവില്ല, മറ്റേ ആള് പറയുന്ന ആളാണ് ഏറ്റവും വലുത്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാവാം. ഓക്കെ, അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇനി രണ്ടാമത്തെയാണ് പാരലൽ ടീച്ചിങ്. അതായത് ബോത്ത് ടീച്ചേഴ്സ് പ്ലാൻ ടുഗെദർ ബട്ട് ടീച്ച് സെയിം ലെസൺസ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെ. അതായത് ഒരു ഗ്രൂപ്പിന് ഒരു ടീച്ചറും മറ്റേ ഗ്രൂപ്പിന് വേറൊരു ടീച്ചറും പഠിപ്പിക്കാം. ദിസ് ഹെൽപ്സ് ക്രിയേറ്റ് സ്മോളർ ഗ്രൂപ്പ്സ് ആൻഡ് മോർ പേഴ്സണൽ അറ്റൻഷൻ. അപ്പൊ ഒരു ക്ലാസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. സ്റ്റുഡൻസ് ആർ സ്പ്ലിറ്റ് ടു ഇംപ്രൂവ് ലേണിംഗ് ആൻഡ് ഫോക്കസ്. ഈച്ച് ടീച്ചർ ടീച്ചേഴ്സ് ഇൻഡിപെൻഡന്റ്ലി അറ്റ് ദ സെയിം ടൈം അല്ലെ. ഓരോ ടീച്ചറും വേറെ വേറെയാണ് പഠിപ്പിക്കുന്നത്, ഒരേ സെയിം സിലബസ് ആണ്, സെയിം ടോപ്പിക്കാണ്. ചാലഞ്ചസ് ഇൻക്ലൂഡ്സ് മാനേജിങ് ടൈമിംഗ്, സ്പേസ് ആൻഡ് നോയ്സ് ലെവൽ. ടൈം ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലെ. രണ്ടുപേരും വേറെ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പേസും അല്ലെ, രണ്ട് ക്ലാസ് റൂം വേണ്ടി വരും ചിലപ്പോൾ. ദെൻ ടീം ടീച്ചിങ് അടുത്ത അപ്രോച്ചാണ്. ബോത്ത് ടീച്ചേഴ്സ് ഷെയർ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് ടീച്ചിങ്. ഒരേ ക്ലാസ്സിൽ തന്നെ ഒരേ സമയം രണ്ടുപേര് പഠിപ്പിക്കാം. ദേ ടീച്ച് ടുഗെദർ, എൻകറേജിങ് സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ ആൻഡ് ഡിസ്കഷൻ. രണ്ടും ടീച്ചേഴ്സ് പരസ്പരം രണ്ടുപേരും കൂടെ ശ്രദ്ധിക്കാം. ടീം ടീച്ചിങ് പ്രൊമോട്ട്സ് ഈക്വൽ റെസ്പെക്ട് ഫോർ ബോത്ത് ടീച്ചേഴ്സ്. രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ക്ലാസ് റൂം ഓർഗനൈസേഷൻ ആൻഡ് ഡിസിപ്ലിൻ അല്ലെ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിലായാലും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമായാലും രണ്ട് ടീച്ചറും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. പ്രീ പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് റോൾ മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ സമയമെടുക്കും. അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന പോലെയല്ല, രണ്ടുപേരും കൂടെ പഠിപ്പിക്കുന്ന സമയത്ത് പ്ലാനിങ് വേണം, അതുപോലെ തന്നെ സമയമെടുക്കും. പിന്നെ അതുപോലെ ഓരോരുത്തർ എന്ത് പറയണമെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വരണം. അതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ടെക്നോളജി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അപ്പൊ നമ്മൾ കുറെ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നും കൂടെ പറയാം. Many students with disabilities are excluded due to lack of support and technology. ടെക്നോളജി ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെക്നോളജി വെച്ചിട്ടാണ് ഇവരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുക, മീൻസ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ഇവർക്ക് കുറെ കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ പറ്റും. ടെക്നോളജി ഹെൽപ്സ് ദം ആക്സസ് ദ ജനറൽ കരിക്കുലം. ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഓവർകം ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെ. അതായത് പല മാർഗങ്ങളിലൂടെ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ പറ്റും ടെക്നോളജിയിലൂടെ. ടെക്നോളജി എനാബിൾസ് ഇൻഡിപെൻഡന്റ് ആൻഡ് മീനിങ് പാർട്ടിസിപ്പേഷൻ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു അൻഷി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം. ഷീസ് ബ്ലൈൻഡ് ആൻഡ് ഷീ ഹാസ് അക്വയർഡ് ഓൾമോസ്റ്റ് 17 ലാംഗ്വേജസ്. ആലോചിച്ച് നോക്കിയോക്കൂ, കണ്ണു കാണാത്തൊരു കുട്ടിയാണ്, വെറും യൂട്യൂബ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ടെക്നോളജിക്ക് അങ്ങനെ പല എന്താണ് പറയുക യൂസസും ഉണ്ട്. ഡിവൈസസ് മസ്റ്റ് ബി യൂസർ ഫ്രണ്ട്ലി, അഫോർഡബിൾ ആൻഡ് ഇഫക്റ്റീവ്. നമ്മൾ കൊടുക്കുന്ന ആ ടെക്നോളജി അല്ലെങ്കിൽ ഡിവൈസസ് അല്ലെ, അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, അഫോർഡ് ചെയ്യാൻ പറ്റണം, ഇഫക്റ്റീവ് ആവണം. അസിസ്റ്റീവ് ടെക്നോളജി. അസിസ്റ്റീവ് ടെക്നോളജി ഇൻക്ലൂഡ്സ് ലോ ടെക് ആൻഡ് ഹൈടെക് ടൂൾസ് അല്ലെ. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രെയിൽ ലിപി, അത് ലോ ടെക് ആണ്. ഹിയറിംഗ് എയ്ഡ്സ്, മാഗ്നിഫയേഴ്സ് ആൻഡ് സ്പീച്ച് സോഫ്റ്റ്വെയർസ്, അതൊക്കെ ഹൈടെക് ആയി. Then helps students compensate for physical or cognitive limitations അല്ലെ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കലി പ്രോബ്ലം ഉള്ള ആളുകൾക്ക്, ഇപ്പൊ കയ്യും കാലൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ വല്ല പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ സ്ട്രെച്ചസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് നടക്കാൻ പറ്റും. അപ്പോ കൊഗ്നിറ്റീവ് ലിമിറ്റേഷൻസ് ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പറഞ്ഞാൽ ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, മീൻസ് കേൾക്കാൻ പറ്റാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോ കണ്ണ് കാണാത്ത ആളുകൾക്കാണെങ്കിൽ മാഗ്നിഫയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ കുട്ടികളെ സഹായിക്കാൻ പറ്റും. സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ആൻഡ് ഓഫൺ ദി ടൂൾ ഈസ് യൂസ്ഡ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ യൂട്യൂബ് എല്ലാവർക്കും ഉണ്ട്, നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് സക്സസ് കിടക്കുന്നത്. In India, low-tech tools are more commonly used in schools. നമ്മൾ ഹൈടെക് ടൂൾസിനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പൊ നമ്മൾ ലോ-ടെക് ടൂൾസ് ആണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമിനേഷൻ കൺസിസ്റ്റൻസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഈ എക്സാമിനേഷന്റെ സമയത്ത് അവർക്ക് എന്തൊക്കെ കൺസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്?
Boards like CBSE offer flexibility and support in exams. Then concessions include extra time. എന്തൊക്കെ കൺസെഷൻ ആണ്? കൂടുതൽ സമയം കൊടുക്കുന്നു, സ്ക്രൈബിന് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് എക്സാം സെന്റർ ഒക്കെ അടുത്ത് കൊടുക്കുന്നു, കാരണം പോയി വരാനുള്ള എളുപ്പത്തിന്. Students can choose subjects, get exemptions and use assistive devices. ചില ഡിവൈസസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. Questions with visuals can be replaced with alternate formats. ഇപ്പം കണ്ണ് കാണാത്തവർക്ക് വിഷ്വൽസ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല, അപ്പൊ അതിന് വേറൊരു ഗ്രാഫ് അല്ലെ, അത് അനലൈസ് ചെയ്യാനായിട്ട് കണ്ണ് കാണാത്ത ആളുകൾക്ക് പറ്റുമോ? അപ്പൊ അവർക്ക് വേറെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. These help ensure fair assessment for all learners. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ വേണ്ടി, ഒരു ഈക്വൽ അസസ്മെന്റ് അല്ലെ, പല രീതിയിലാണെങ്കിലും ഒരു അസസ്മെന്റ് സ്ട്രാറ്റജിയാണത്. ഫ്ലെക്സിബിലിറ്റി ഇൻ ചൂസിങ് സബ്ജക്ട്സ്, അത് 10th-ലും 12th-ലുമാണ് ഇതിനുള്ള ഒരു അവസരം. സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ക്യാൻ ചൂസ് സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. ദേ മേ ബി എക്സംപ്റ്റഡ് ഫ്രം 3rd ലാംഗ്വേജ് ആൻഡ് 2nd ലാംഗ്വേജ്. കുറച്ച് പഠിച്ചാൽ മതി. ഓപ്ഷൻസ് ഇൻക്ലൂഡ് മ്യൂസിക്, പെയിന്റിംഗ്, ഹോം സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അതിന് പകരം അവർ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. സ്കിൽ സബ്ജക്ട്സ് ലൈക്ക് റീറ്റെയിൽ, IT, മീഡിയ എറ്റ്സെട്ര ക്യാൻ ഓൾസോ ബി സെലക്റ്റഡ്. IT ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നു. പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് ക്യാൻ അവോയ്ഡ് സബ്ജക്ട്സ് വിത്ത് പ്രാക്ടിക്കൽ എക്സാംസ്. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ there won't be labs, ലാബ് ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാം ഉള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾ അവർ പഠിക്കേണ്ടതില്ല. ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ കൊടുക്കും. എന്തൊക്കെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വിത്ത് വിഷ്വൽ ഇൻപുട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാഫിനൊക്കെ പകരം വേറെ ക്വസ്റ്റ്യൻ കൊടുക്കും. എല്ലാജൊരു ഫോണ്ട് അല്ലെ, വലിയ അക്ഷരങ്ങൾ കൊടുക്കും കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക്. സെപ്പറേറ്റ് പേപ്പേഴ്സ് വിത്ത് MCQs ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് പ്രാക്ടിക്കൽസ്. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടിക്കലിന് പകരം കൊടുക്കുന്നത്. വിഷ്വൽ എലമെന്റ്സ് ആർ റിമൂവ്ഡ് ഫ്രം സബ്ജക്ട്സ് ലൈക്ക് മാത്സ്, സയൻസ്, ജിയോഗ്രഫി. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ വിഷ്വൽ എലമെന്റ്സ് ലൈക്ക് ഡയഗ്രാംസ്, അതൊക്കെ ഇവർക്ക് അതിനൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. These ensure students are not disadvantaged by disabilities. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഒരിക്കലും ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള വിചാരിച്ച് കുട്ടി ഒരിക്കലും ബാക്ക്വേർഡ് ആയിട്ട് പോവരുത്. പ്രൊവിഷൻ ഫോർ സ്ക്രൈബ്, ഓക്കെ, റീഡർ ആൻഡ് കോമ്പൻസേറ്ററി ടൈം. അതുപോലെ സ്ക്രൈബിനെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഒക്കെ ഉണ്ട്, നമുക്കറിയാതെ. ടൈം സ്ക്രൈബ്സ് ആർ അലൗഡ് ഫോർ ബ്ലൈൻഡ് സ്റ്റുഡൻസ് ഓർ ദോസ് വിത്ത് ഹാൻഡ് ഡിസബിലിറ്റീസ്. എഴുതാൻ പറ്റാത്ത ആളുകൾക്കാണ് സ്ക്രൈബിനെ വെക്കുന്നത്. സ്റ്റുഡൻസ് ക്യാൻ ബ്രിങ് ദെയർ ഓൺ സ്ക്രൈബ് വിത്ത് പ്രോപ്പർ അപ്രൂവൽ വേണം. ഓക്കെ, അവർ കൊണ്ടുവരുന്ന സ്ക്രൈബിന് അത് എന്താ പറയാ ക്രൈറ്റീരിയനൊക്കെ ഉണ്ട്. ഇപ്പൊ 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 9 താഴെയുള്ള കുട്ടികളെയാണ് വെക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡിനേക്ക് താഴെയുള്ള കുട്ടികളെയാണ് സ്ക്രൈബായി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ ക്രൈറ്റീരിയൻ ഉണ്ട്. ദെൻ കോമ്പൻസേറ്ററി ടൈം ഇസ് ഗിവൺ ടു കംപ്ലീറ്റ് ദ എക്സാം. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്ത് എഴുതല്ലേ, അപ്പൊ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കും. സ്റ്റുഡൻസ് ക്യാൻ മീറ്റ് സ്ക്രൈബ്സ് 2 days ബിഫോർ ദി എക്സാം. അപ്പൊ 2 ദിവസം മുമ്പേ അവർക്ക് കാണാനുള്ള അവസരമുണ്ട്. സ്പെഷ്യൽ റൂംസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ആർ അസൈൻഡ് ഡ്യൂറിംഗ് എക്സാംസ്. ഓക്കെ, ഇൻഡിവിജ്വൽ, അതായത് ഇവരെ നോക്കാനായിട്ട് വേറൊരു സൂപ്പർവൈസർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവർ പറയുന്നത് തന്നെയല്ലേ സ്ക്രൈബ് എഴുതുന്നത് എന്ന് നോക്കാനാണ്. അതർ കൺസെഷൻസ് ആൻഡ് പ്രൊവിഷൻസ്. എക്സാം സെന്റേഴ്സ് ആർ അറേഞ്ച്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോസ് ടു സ്റ്റുഡൻസ് ഹോം. ദെൻ രജിസ്ട്രേഷൻ ഫീസ് മേ ബി വേവ്ഡ് ഫോർ 9th and 12th എക്സാംസ്. ഓക്കെ, അപ്പൊ അതൊക്കെ കുറവായിരിക്കും ഇവർക്ക്. ദെൻ എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്. ഫിസിയോതെറാപ്യൂട്ടിക് എക്സസൈസ് ക്യാൻ റീപ്ലേസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അവർക്ക് എക്സസൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സസൈസുകളാണ് കൊടുക്കുന്നത്, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിന് പകരം. അസിസ്റ്റീവ് ഡിവൈസസ് ആർ അലൗഡ് ഡ്യൂറിങ് എക്സാംസ്. അതായത് ഡോക്ടർ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ സ്പീച്ച് പറഞ്ഞ ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കും. വൺ സ്ക്രൈബ് ഈസ് അലൗഡ് പെർ സബ്ജക്ട് ആൻഡ് നോ കോസ്റ്റ് ഈസ് ചാർജ്ഡ്. അല്ലെ, സ്ക്രൈബിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. കരിക്കുലം അഡാപ്റ്റേഷൻ എൻഷുവേഴ്സ് ഓൾ സ്റ്റുഡൻസ് ക്യാൻ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഫ്രം ലേണിംഗ്. ഈ കരിക്കുലം നമ്മൾ മാറ്റുന്നതിന്റെ ആവശ്യം എന്താ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആക്സസ് ചെയ്യാൻ പറ്റണം, അതിനുള്ള ബെനിഫിറ്റ് കിട്ടണം. UDL ആൻഡ് DI ഓർമ്മണ്ടല്ലോ,
help plan and adjust teaching for diverse learners. പല തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് നമ്മൾ UDL ആൻഡ് DI മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. Peer tutoring, cooperative learning and co-teaching support inclusive learning. Technology plays a major role in bridging learning gaps. Bridging learning gaps പറഞ്ഞു വെച്ചാൽ ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ടെക്നോളജിക്ക് നല്ല കഴിവുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി വളരെ ഹെൽപ്ഫുൾ ആണ്. Examination concessions allow students with disabilities to show their true abilities. Okay. അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ സ്ക്രൈബിനൊക്കെ കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ട്രൂ എബിലിറ്റി എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഓഫ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ വി ഹാവ് കംപ്ലീറ്റഡ് 4 units in all together in this paper or in this course. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഇൻഫോം മീ. ഓക്കെ, താങ്ക് യു.